നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന എല്ലാവരും കാത്തിരുന്ന ആ ഒരു ദിവസം എത്തി, ഡിസൈൻ കോമ്പറ്റീഷൻ ദിവസം. അപ്പൊ അതിന് പോകാൻ വേണ്ടിയിട്ട് അബി ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ അബിയുടെ ഒപ്പം നവ്യ ഉണ്ടായിരുന്നു. അബി പറഞ്ഞു, ഒരു കാരണവശാലും ഈ കോമ്പറ്റീഷൻ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. മാളവിക അതിന് വേണ്ടുന്ന പ്രിപ്പറേഷനൊക്കെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നവ്യ പറഞ്ഞു, ഞാൻ ക്ഷേത്രത്തിൽ പോയി മനം ഒരുങ്ങി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഉറപ്പായിട്ട് ഇത് നമുക്ക് തന്നെ കിട്ടും. വേറെ ആരും കൊണ്ടാവാനായിട്ടും ഒന്നും പോകുന്നില്ല അബി. പിന്നെ നയന വന്നാലും അവൾക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അബി പറഞ്ഞു, അതല്ലേലും എനിക്കറിയാം നീ പ്രാർത്ഥിക്കൂന്ന്. ആ സമയത്ത് നവ്യയുടെ മനസ്സിൽ വേറെ ചിന്തകളായിരുന്നു. എടാ, നിന്റെ കൂടെ ഞാനും കൂടെ വരുന്ന എന്താന്ന് വെച്ചാൽ നാണം കെട്ട് നീ അവിടെ നിൽക്കുന്ന ആ ഒരു കാഴ്ച എനിക്ക് കാണണം, അതിന് വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഞാൻ വരത്തില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങുവാണ്. അതേ സമയത്ത് അവന്തിക നാഗേന്ദ്രനെ കാണാനായിട്ട് ചെന്നു. നാഗേന്ദ്രന് അസ്വസ്ഥനായിരുന്നു, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇന്നത്തെ ഒരു ഈ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർണായകമാണ്. ഇതിനകത്ത് തോറ്റുപോയിട്ടുണ്ടെങ്കിൽ എൻ ജ്വല്ലറിയുടെ ഗ്രാഫ് താഴേക്ക് വരും, മൂർത്തി ജ്വല്ലറി കുതിച്ചുയരുകയും ചെയ്യും. അപ്പോഴാണ് അവന്തികയുടെ വരവ്. അവന്തിക വന്ന് നാഗേന്ദ്രനുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോഴേക്കും നാഗേന്ദ്രൻ പറഞ്ഞു, മോളെ, എനിക്കൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. ഇന്ന് എന്താളും നമ്മൾ ജയിക്കണം. കാരണം മൂർത്തി ജ്വല്ലറി ഇന്ന് ജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകത്തില്ല. അച്ഛൻ പേടിക്കൊന്നും വേണ്ട അച്ഛാ, അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. പിന്നെ നവ്യ ഉണ്ടല്ലോ, ആ നവ്യ എന്ന് പറയുന്നോളൂ ഇന്ന് അഭിയേട്ടനോടൊപ്പം പോയിട്ടുണ്ട്. പോട്ടെ മോളെ, അതിനെന്താ, എനിക്കെന്തോ അവരുടെ സ്വഭാവം ഒട്ടും അങ്ങോട്ട് ചില സമയത്ത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. മോളെ, അതിന് അബിക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അബിക്ക് അവളെ ഇഷ്ടമില്ല എന്നുള്ള കാര്യം അവൾ ഇതുവരെയായിട്ടും തിരിച്ചറിഞ്ഞിട്ടില്ല. അബിയുടെ തീരുമാനം എന്താണെന്ന് നിനക്കറിയാലോ. അബിക്ക് അവളെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കാനാണ് അബി ശ്രമിച്ചുകൊണ്ടിരിക്കണേ. പക്ഷെ നവ്യയ്ക്ക് ഇതുവരെയായിട്ടും അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു. ദേച്ചാ, വേറൊരു കാര്യമുണ്ട്. എങ്ങാനും ഈ പറയുന്ന ചന്തുമോള് അബിയേട്ടന്റെ കുഞ്ഞാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കാണിക്കുന്ന സ്നേഹവും കാര്യങ്ങളൊന്നും നവ്യ എന്ന് പറയുന്ന അവർക്ക് കാണത്തില്ല. പിന്നെ അറിയാലോ, അബിയേട്ടനെ കൊല്ലാനുള്ള ദേഷ്യമായിരിക്കും. അതെനിക്കറിയാൻ പോളെ. പക്ഷെ അതിനു മുമ്പ് നവ്യനെ നമ്മൾ ഒഴിവാക്കും. അബിയുടെ കുഞ്ഞല്ലേ, കുഞ്ഞിനോട് ക്രൂരത പാടില്ല. കുഞ്ഞിനെ നമ്മൾ സ്വന്തമാക്കും, എന്നിട്ട് അവളെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കും. ഒരു പക്ഷേങ്കിൽ ഇനി ആ അനഘ അവള് സത്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ കാര്യങ്ങളൊക്കെ അറിയും. അതിനു മുമ്പ് അവർ തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്തണം. പക്ഷെ അതുവരെ നവ്യ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അത് കേട്ടതും അവന്തിക പറഞ്ഞു, അത് ശരിയാ അച്ഛാ. പിന്നെ എൻ്റെ കല്യാണം അത് അവർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാ തോന്നേ. അതിനെക്കുറിച്ച് ഞാനുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അത് പോട്ടെ മോളെ, അത് നീ കാര്യമായിട്ട് എടുക്കുകയൊന്നും വേണ്ട. അല്ല, ഈ വരുന്ന ദിവസം നിനക്ക് എൻഗേജ്മെന്റ് ആണല്ലോ ഞായറാഴ്ച, അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? അല്ല, അവിടെ ബാക്കി എല്ലാവർക്കും സമ്മതം, പക്ഷെ അനിയാണ്ട് ഇതുവരെയായിട്ട് സമ്മതിച്ചിട്ടില്ല. അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ട്. സാരമില്ല, പോട്ടെ. ഇപ്പം നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ അതിൻ്റെ വഴിക്ക് തന്നെ കാര്യമായിട്ട് നടന്നോളും. ഇപ്പം എൻ്റെ മനസ്സിലെ ചിന്ത മുഴുവനും ഇന്നത്തെ ആ മത്സരത്തെക്കുറിച്ചാ. ഈ മത്സരത്തെ നമ്മൾ ജയിച്ചേ മതിയാവുള്ളൂ. ജയിക്കു വച്ചാ അച്ഛൻ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അതേസമയം നയന ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ്. നയന ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും അനിയും കൂടെ വന്നു. അപ്പൊ ആദർശ് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. അനി പറഞ്ഞു, ആദർശേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരുന്നു. ഇന്നത്തെ ഈ മത്സരത്തിൽ നമ്മളായിരിക്കും വിജയിക്കുന്നത്. നയനയെടുത്തിയല്ലേ, ഉറപ്പായിട്ടും നമ്മൾ ജയിക്കുമെന്ന് പറഞ്ഞു. ആദർശിന് നയനയ്ക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്. കാരണം മാളവിക അവരുടെ സ്വന്തം ആളാണല്ലോ. അങ്ങനെ അനിയാണ് നയനയും കൂട്ടിക്കൊണ്ട് ഡിസൈൻ കോമ്പറ്റീഷന് പോകുന്നത്. ആദർശ് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് മുത്തശ്ശി ദേവയാനിയുടെ അടുത്തേക്ക് വന്നു. ദേവയാനിയാണെങ്കിൽ മനോരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ ഈ മത്സരം അത് നിർണായക മത്സരമാണ്. മുത്തശ്ശി പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട ദേവയാനി, നയനമോള് പോയിട്ടുണ്ട്. ഇത്രയും ദിവസത്തെ അവളുടെ അധ്വാനം അതിന് ഫലം ഉണ്ടാവാതിരിക്കുവോ? ദേവയാനി പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ടമ്മേ. എങ്ങാനും ഇനിയിപ്പം ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ മോൾക്ക് നല്ല വിഷമോ. മോള് ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ടെന്നേ. അവൾക്ക് കിട്ടും, നമ്മൾ ജയിക്കും. എപ്പോഴും ദൈവം നമ്മൾക്ക് നേരെ കണ്ണടക്കത്തില്ലോ എന്ന് പറഞ്ഞു. ദേവേന് പറഞ്ഞു, അതാ ഒരു പ്രതീക്ഷ. ഈ സമയത്ത് മാളവികയും അബി അവരെല്ലാരും കൂടെ അങ്ങനെ ഡിസൈൻ ഫെസ്റ്റ് നടക്കുന്നിടത്തേക്ക് ചെല്ലുവാണ്. അപ്പം മാളവിക അബിയോട് ഡിസൈനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എല്ലാം സംസാരിച്ച് എല്ലാം ഓക്കെ ആക്കുന്നുണ്ട്. ഈ പറയുന്ന ഡേവിഡിന് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. നവ്യൊക്കെ ഉണ്ട്. അങ്ങനെ അവർ നേരത്തെ തന്നെ പോയി ഹാജരായി. പക്ഷെ ആ സമയത്തും
നയനെ ആരും ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ സമയം ഡേവിഡ് ഒരു നിമിഷം ആലോചിച്ചിട്ട് അബിയോട് പറഞ്ഞു, അല്ല ഇതുവരെയായിട്ടും അവരെത്തിയിട്ടില്ലല്ലോ, ഇനി എങ്ങാനും അവർ വരാതിരിക്കുമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നബി പറഞ്ഞു, വരാതിരിക്കാൻ വഴിയൊന്നുമില്ല, ഉറപ്പായിട്ടും വരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അബി പറഞ്ഞു, ചിലപ്പോൾ എങ്ങാനും ഇനിയിപ്പോൾ വന്നില്ലെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു മത്സരത്തിനൊന്നും ആവശ്യം വരത്തില്ല, ഉറപ്പായിട്ടും നമുക്ക് തന്നെ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് അനിയും നയനയും കൂടെ കയറി വരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അബിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. വരാതിരുന്നെങ്കിലും ഓർത്തിരുന്ന, പക്ഷേ എങ്കിൽ കൃത്യസമയം എത്തുന്നതിന് മുമ്പിന് അവരെത്തി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ജഡ്ജസ് ഒക്കെ വരുന്നത്. അങ്ങനെ എല്ലാം വിശകലനം ചെയ്യുവാണ്. രണ്ടു കൂട്ടരും ഏൺ ജ്വല്ലറിക്കാരും മൂർത്തി ജ്വല്ലറിയും കൊടുത്തും പിന്നെ കുറച്ച് വേറെ പുറത്തുനിന്ന് ജ്വല്ലറിക്കാരൊക്കെ ഉണ്ടായിരുന്നു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഡിസൈൻ കാര്യങ്ങളും എല്ലാം അവർ പരിശോധിച്ചു. അങ്ങനെ എല്ലാം പരിശോധിച്ച് നോക്കി കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടത് നയനയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഒടുവിലാണ് അവർ വിന്നറെ പ്രഖ്യാപിക്കുന്നത്, നയന കളക്ഷൻസ്. അപ്പം മൂർത്തി ജ്വല്ലറിക്ക് ഈ ഡിസൈൻ ഫസ്റ്റ് പ്രൈസ് കിട്ടുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബിയുടെ മുഖത്ത് അടി കിട്ടിയാലേ നവ്യക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നവ്യയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി ഉണ്ടായി. പക്ഷെ നവ്യ അത് പുറമേ കാണിച്ചില്ല. നവ്യ ഡേവിഡിനെ അവരെയൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ. ആ സമയം ആനി നയനയ്ക്ക് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട്. നയനയ്ക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ അതിന്റെ ഫസ്റ്റ് പ്രൈസ് നയനയ്ക്ക് കിട്ടി. നയന സമ്മാനമൊക്കെ വാങ്ങി. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്നറിയില്ലാതെ അഭി നിൽക്കുവാണ്. ഇപ്പൊ 2ാം തവണയാണ് തോൽവി ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ സമ്മാനം കിട്ടി സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നവ്യ അഭിയോട് പറഞ്ഞു, എന്നാലും അഭി ഇതൊരു വലിയ ചതിയായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം ഞാൻ എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടാണെന്നറിയാം നിന്റോടൊപ്പം വന്നേ. നീ മാനേജരായി കയറിയതിന് ശേഷം 2ാമത്തെ തോൽവിയല്ലേ ഇത്, മനഃപൂർവ്വം കുത്തി നോപ്പിക്കാനായിട്ടാണ് നവ്യ അത് പറഞ്ഞത്. അത് കേട്ടപ്പം അഭി പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, മനുഷ്യ ഇവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. ആ സമയത്ത് മാളവി പറഞ്ഞു, എന്നാലും ഞാൻ നല്ല രീതിയിൽ തന്നെയാണല്ലോ ഡിസൈനൊക്കെ ചെയ്തേ, ഇതെങ്ങനെ ഇങ്ങനെയായി പോയത് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഡേവിഡ് പറഞ്ഞു, ഇനിയിപ്പം മാനേജ്മെന്റിനോട് ഞാൻ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പോയിട്ടുണ്ട് മാളവിക, നിന്നെ മിക്കവാറും ഡിസൈനർ സ്ഥാനത്തൊന്ന് മാറ്റേണ്ട വരുമെന്നാ തോന്നേന്നൊക്കെ പറഞ്ഞു. മാളവികയ്ക്കുള്ളിൽ ചിരിയാണ് വന്നേ. കാരണം അല്ലെങ്കിലും താൻ ഈ കമ്പനിയിൽ അങ്ങനെ ജോലി ചെയ്യാൻ പോകുന്നില്ല, അധികം വൈകാതെ ഇവിടുത്തെ ജോലി നിർത്തും. ആ സമയത്ത് നയനെ അനിയൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അബി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ഹനി പറഞ്ഞു, എന്താടാ അബി നിന്റെ മുഖത്തൊരു ബുദ്ധിമുട്ട്? ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നല്ലേന്ന് ചോദിച്ചു. അങ്ങനെ അങ്ങോട്ടും കൂടും പരസ്പരം പറയുന്നുണ്ട്. അപ്പോഴേക്കും അബി പറഞ്ഞു, ഇതും കൊണ്ടൊന്നും നീ ജയിച്ചെന്ന് വിചാരിക്കുകയൊന്നും വേണ്ട. നീ കമ്പനിയുടെ MD ആയെന്ന് വെച്ചോണ്ട് ഈ വിജയം നിന്റേതൊന്നുമല്ല. അതിപ്പം നയനടുത്ത് ഡിസൈനർ ആയതുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞു. അനി പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷെ മൂർത്തി ജ്വല്ലറിയാണ് വിജയിച്ചിരിക്കുന്നത്, അറിയാലോ. ഇതോടുകൂടി ഞങ്ങളുടെ ഗ്രാഫ് അങ്ങോട്ട് ഉയർന്നു. കള്ളത്തരത്തിലൂടെ ഒന്നും അല്ല ഞങ്ങൾ കയറിയിരിക്കുന്നത്, നേരായ വഴിയിൽ കൂടെ തന്നെയാ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇനി ഒരു ടെൻഷനും ഇല്ല. ഇനിയിപ്പം മൂർത്തി ജ്വല്ലറിയുടെ ഉയർത്തെഴുന്നേൽപ്പം നീ കാണാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ അബിയും ഡേവിഡും ഒക്കെ നാണം കെട്ട് തല താഴ്ത്തിയാണ് പോകുന്നത്. നവ്യാണ് സർവ്വ ദൈവങ്ങൾക്ക് നന്ദി പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മൂർത്തി മുത്തശ്ശനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണെങ്കിലും എങ്ങാനും ഇനിയിപ്പം ഏൺ ജ്വല്ലറിക്കാർ എന്തായാലും കളി വെക്കുന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഈ പറയുന്ന നാഗേന്ദ്രന് കിട്ടിയ 2ാമത്തെ അടിയായിരുന്നത്. ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. ഈ തവണയെങ്കിലും വിജയിക്കുമെന്ന് കരുതിയിരുന്ന നാഗേന്ദ്രന് അങ്ങനെ വീണ്ടും അടി കിട്ടുവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.